പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 ഏപ്രിൽ മാസം 10-ാം തീയതി വ്യാഴാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ നമുക്ക് ഒരു പുതുദിനം കൂടെ തമ്പുരാൻ ദാനം ചെയ്തിരിക്കുന്നു. ഈ ദിനം എല്ലാ നന്മകളാലും അനുഗ്രഹങ്ങളാലും നമ്മെ ഓരോരുത്തരെയും നിറച്ച് തൻ്റെ കൃപയാൽ വഴി നടത്തട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 16-ാം അധ്യായം 14-ാം വാക്യം. 1 Corinthians chapter 16 verse 14 നാം ഇങ്ങനെ വായിക്കുന്നു: നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവിൻ. കൊരിന്ത് സഭയിലേക്ക് പൗലോസ് തൻ്റെ 1-ാമത്തെ കത്തിൽ ധാരാളം കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് അതിൻ്റെ അവസാന അധ്യായങ്ങളിൽ എത്തുമ്പോൾ സുവിശേഷ വേലയ്ക്ക് വേണ്ടിയുള്ള ധർമ്മശേഖരണം, ദൈവദാസന്മാരെ സന്ധിക്കുന്നതിന്, ദൈവവേല മുൻപോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ധനശേഖരണം, അതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായി പൗലോസ് കൊരിന്ത് സഭയെ ഉപദേശിക്കുന്നു. ഓരോ ദൈവദാസന്മാരുടെയും അവസ്ഥകൾ, അവരുടെ സാഹചര്യങ്ങൾ, അവരെ സ്നേഹിക്കേണ്ട വിധങ്ങൾ, ഇവയെല്ലാം പറഞ്ഞിട്ട് 14-ാം വാക്യത്തിൽ പറയുകയാണ്: ഞാൻ അനേക കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു. സാമ്പത്തികമായിട്ടുള്ളതുണ്ട്, ആത്മീകമായിട്ടുള്ളതുണ്ട്, സാഹോദര്യ ബന്ധത്തിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്, സഭാകാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്, വ്യക്തിബന്ധങ്ങളിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്, സുവിശേഷ വേലക്കാരോടുള്ള ബന്ധത്തിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങൾ എന്തെല്ലാം ചെയ്താലും അവയെല്ലാം സ്നേഹത്തിലായിരിക്കണം ചെയ്യേണ്ടത്. പ്രിയ ദൈവമക്കളെ, ഇന്ന് നാം സഭയിലോ സമൂഹത്തിലോ കുടുംബത്തിലോ ഒക്കെ നോക്കിയാൽ ചെയ്യുന്നുണ്ട്. പക്ഷേ എത്രത്തോളം സ്നേഹം അതിനകത്തിൽ ഉണ്ടേ എന്നുള്ളത് സംശയമാണ്. അത് ആരുടെയും കുഴപ്പമല്ല. ഓരോ കാലഘട്ടത്തിലുള്ളവർ പറയും, ഞങ്ങളോട് സ്നേഹമില്ല. അപ്പോൾ അതിൻ്റെ പിന്നിലെ കാലഘട്ടത്തിലുള്ളവർ അവരോട് പറഞ്ഞത് എന്താണെന്ന് ഓർക്കുന്നില്ല. അപ്പോൾ കാലഘട്ടം മാറുമ്പോൾ ചിന്തകൾ മാറുന്നുണ്ട്, ആശയങ്ങൾ മാറുന്നുണ്ട്, ആശയവിനിമയങ്ങൾ മാറുന്നുണ്ട്. എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ അചഞ്ചലമായ ദൈവസ്നേഹമുള്ളവർക്ക് ഇവയൊന്നും ഒരു വിഷയവും അല്ല. നാം ചെയ്യുന്നതൊക്കെ തികഞ്ഞ സ്നേഹത്തിൽ നിന്ന് ആയിരിക്കണം. അതുകൊണ്ട് ദൈവജനം നമ്മളെ ശക്തമായിട്ട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്: നിർബന്ധത്താൽ അരുത്. സ്നേഹത്തോടെ, സന്തോഷത്തോടെ, ആത്മാർത്ഥതയോടെ, ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നിറഞ്ഞു കൊടുക്കുന്നവരെയാണ് ദൈവം സ്നേഹിക്കുന്നത്. അതുകൊണ്ട് നമുക്കും എന്ത് ചെയ്താലും അതിൽ പരിപൂർണ സ്നേഹത്തിൻ്റെ അളവുകോൽ ഉണ്ടായിരിക്കണം എന്ന് ഈ പ്രഭാതത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നമ്മുടെ ബന്ധങ്ങളെ നമുക്കൊന്ന് പുനഃപരിശോധിക്കാം. നാം പലപ്പോഴും ലോകബന്ധത്തോടുള്ള കണക്കുകളാണ് സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നത്. അത് മാതാപിതാക്കള്, മക്കള്, മരുമക്കള്, കൊച്ചുമക്കള്, സഹോദര ബന്ധങ്ങള്, അയൽബന്ധങ്ങള്, സഭാബന്ധങ്ങള്, കൂട്ടു സുഹൃത്തുക്കൾ തമ്മിലുള്ള ബന്ധങ്ങൾ, ഇങ്ങനെ പോകുന്നു ലോകത്തിന്റെ ബന്ധങ്ങൾ. പക്ഷേ കർത്താവിനോടുള്ള നമ്മുടെ സ്നേഹം എത്രത്തോളമാണ്? അത് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട് പ്രാർത്ഥിക്കുന്നു. അല്ല, നമ്മൾ പറയും എൻ്റെ ഓരോ നിമിഷവും പ്രാർത്ഥന നിറഞ്ഞതാണെന്ന്. ശരിയാണ്,
പക്ഷെ ഈ പ്രാർത്ഥനയ്ക്കകത്ത് എന്താണ് അടങ്ങിയിരിക്കുന്നത്? എല്ലാം എൻ്റെ കാര്യങ്ങൾ, എൻ്റെ ഭാര്യയുടെ, എൻ്റെ ഭർത്താവിൻ്റെ, എൻ്റെ മാതാപിതാക്കളുടെ, എൻ്റെ മക്കളുടെ, എൻ്റെ വിഷയം മാത്രം അടങ്ങിയുള്ള പ്രാർത്ഥന. ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് നടക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും വണ്ടി ഓടിക്കുമ്പോഴും ഒക്കെ പോകുകയാണ്. പക്ഷേ കർത്താവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങയുടെ അടുക്കിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നു, അങ്ങ് എന്നെ നിർവ്യാജ്യമായി സ്നേഹിച്ചതുപോലെ എനിക്കും സ്നേഹിക്കാൻ കഴിയണമേ. ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ നമ്മിൽ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? കാരണം ഞാൻ എന്നെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ. അവിടെയാണ് അതിൻ്റെ കുഴപ്പം. ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നില്ല, ബാക്കിയുള്ളവരെ സ്നേഹിക്കുന്നില്ല. പറയുമ്പോൾ നമ്മൾക്ക് ഒത്തിരി കാര്യങ്ങളൊക്കെ പറയാനുണ്ട്, പക്ഷേ യാഥാർത്ഥ്യം പറയുന്നതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് വേണ്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഒക്കെ കൊടുക്കുകയാണ്. നിങ്ങൾ ആഴ്ചയുടെ 1-ാം ദിവസം തന്നെ, ശബത്തിൽ തന്നെ നിങ്ങൾ കൊടുക്കാൻ പറ്റുന്നതൊക്കെ കൊണ്ടുവന്ന് അവനവന്റെ പക്കൽ വെക്കണം. അങ്ങനെ നിങ്ങൾ ദാനധർമ്മങ്ങളൊക്കെ ചെയ്ത് യെരുശലേമിലേക്ക് ഈ പണം കൊണ്ടുപോകാനുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്യണം. ഒക്കെ ശരിയാ, ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. പക്ഷെ പലതും നമ്മൾ ചെയ്യുന്നത് സാഹചര്യം കൊണ്ട്, കടമ കൊണ്ട്, ചെയ്യാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട്. ഇതല്ലേ നമ്മുടെ അവസ്ഥ? അല്ലെങ്കിൽ എൻ്റെ കാര്യം നടക്കണം, എൻ്റെ കാര്യം നടക്കേണ്ടത് കൊണ്ട് മനസ്സില്ലാ മനസ്സോടെ ചെയ്യുന്നു. അതിനകത്തിൽ 10% പോലും സ്നേഹമോ ആത്മാർത്ഥതയോ ഇല്ല. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ ലോകവും അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ശരിയല്ലേ? മക്കൾ തമ്മിൽ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കൂട്ടുവിശ്വാസികൾ, പഴയ ആത്മബന്ധങ്ങൾ പോയി. ഡിജിറ്റൽ യുഗത്തിലോട്ട് വന്നപ്പോൾ നമ്മുടെ ഫോണിൽ നിന്നും ഒരു ഫോട്ടോ, ഒരു ഫോൺ നമ്പർ, ഒരു കോൾ ഡിലീറ്റ് ചെയ്ത് കളയുന്ന ലാഘവത്തോടെ ബന്ധങ്ങൾ ഡിലീറ്റ് ചെയ്യപ്പെടുകയാണ്. പിന്നെ അവിടെ ഇല്ല, ടോട്ടലി എറൈസ് ചെയ്ത് മാറ്റുകയാണ്. ബന്ധങ്ങൾക്ക് എന്തു വില? അതുകൊണ്ട് പൗലോസ് ഈ പ്രഭാതത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, നാം ചെയ്യുന്നതൊക്കെ സ്നേഹത്തിൽ അധിഷ്ഠിതമായിരിക്കണം. പ്രിയമുള്ളവരെ, ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ ആളിനെ സ്നേഹിച്ചുകൊണ്ട് ആത്മാർത്ഥതയോടൊന്ന് പ്രാർത്ഥിച്ചേ, അതിന് തക്ക വിടുതലുണ്ടാകും. നമ്മുടെ പ്രാർത്ഥനയിൽ പോലും സ്നേഹം ഇല്ല. അതല്ലേ സത്യം? നമ്മുടെ പ്രാർത്ഥനയിൽ സ്നേഹമുണ്ടാകണം, നമ്മുടെ കൊടുക്കൽ വാങ്ങലുകളിൽ സ്നേഹമുണ്ടാകണം, ദൈവത്തെ സ്നേഹിക്കണം, ആരാധനയിൽ സ്നേഹമുണ്ടാകണം, കരുതലുകളിൽ സ്നേഹമുണ്ടാകണം, നമുക്ക് ലഭിക്കുന്ന ഉപദേശങ്ങളിൽ സ്നേഹമുണ്ടാകണം. അങ്ങനെ സമസ്ത മേഖലകളും സ്നേഹം കൊണ്ട് നിറയുമ്പോൾ നമുക്ക് പിന്നെ പിണങ്ങേണ്ടി വരുന്നില്ല, ദേഷ്യപ്പെടേണ്ടി വരുന്നില്ല, അകന്നിരിക്കേണ്ടി വരുന്നില്ല, ഇച്ഛാഭംഗം ഉണ്ടാകേണ്ടി വരുന്നില്ല. നമ്മിൽ ഇവയൊക്കെ ഉളവാകുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? സ്നേഹം ശുഷ്കിച്ചു പോയി. വളരെ പ്രാധാന്യമുള്ള കാര്യമല്ലേ? ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ മൂന്നും നിലനിൽക്കുന്നു. പക്ഷേ ഇവയിൽ വലുതേതാണ്? സ്നേഹമാണ്. അതെ, അതുകൊണ്ട് ഇന്ന് പകൽ സ്നേഹിക്കുവാൻ, അന്യോന്യം സ്നേഹത്തിൽ ജീവിക്കുവാൻ, പ്രവർത്തിക്കുവാൻ, കൊടുക്കുവാൻ, കരുതുവാൻ, ഇടപെടുവാൻ, ആരാധിക്കുവാൻ, ബന്ധം പുലർത്തുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഇടയാക്കട്ടെ. ഒത്തിരി പ്രാർത്ഥിക്കുന്നത് കൊണ്ടോ, ഒത്തിരി പ്രസംഗിക്കുന്നത് കൊണ്ടോ, ഒത്തിരി സുവിശേഷ വേല ചെയ്യുന്നത് കൊണ്ടോ, പാരമ്പര്യം പറഞ്ഞത് കൊണ്ടോ ഒന്നും കാര്യമായില്ല. സ്നേഹത്തിന് പകരം വെക്കുവാൻ
ഒന്നും തന്നെയില്ല. ഈ ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹം എന്താണെന്ന് നമുക്ക് കാട്ടിത്തന്നത് നമ്മുടെ സർവശക്തനായ പിതാവാം ദൈവം മാത്രമാണ്. തന്റെ ഓമന കുമാരനെ എനിക്ക് വേണ്ടി, നമുക്ക് വേണ്ടി കൊല്ലുവാൻ, നിഷ്ഠൂരമായി തകർക്കുവാൻ മനസ്സായി. കാരണം നമ്മെ അതുപോലെ സ്നേഹിച്ചു. ആ ദിനങ്ങളെ ഓർക്കുന്ന ഈ ധന്യ ദിനരാത്രങ്ങളിൽ പൗലോസ് കൊരിന്ത് സഭയെ ഓർമ്മപ്പെടുത്തിയതുപോലെ പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ നമ്മോടും പറയുന്നു, നാം ചെയ്യുന്നത് എല്ലാം സ്നേഹത്തിൽ അധിഷ്ഠിതമായിരിക്കണം. അങ്ങനെ വചനം പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിന്റെ ഉടമകളായി നാം ഓരോരുത്തരും ആയിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിനെ സ്നേഹിപ്പാൻ, സമസൃഷ്ടികളെ സ്നേഹിപ്പാൻ, സഹജീവികളെ സ്നേഹിപ്പാൻ കർത്താവ് നമ്മളെ ഇടയാക്കട്ടെ. അങ്ങനെ ഇന്നത്തെ ജീവിതം എല്ലാ നിലകളിലും അർത്ഥപൂർണവും ദൈവകൃപയാൽ നിറയപ്പെട്ടതുമായി സന്തോഷകരമായ ജീവിതത്തിന്റെ ഉടമകളാകുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹസമ്പൂർണനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങളെ സ്നേഹിക്കുകയും ആ സ്നേഹത്തിന്റെ മറുവിലയായി തന്റെ മകനെ ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമായി കാൽവറി കൊലക്കളത്തിൽ യാഗമാകുവാൻ തരുവാൻ ഇഷ്ടം തോന്നിയതിനായി സ്തോത്രം. ആ മഹൽ ദിനങ്ങളെ ഓർക്കുന്ന ഈ ദിനങ്ങളിൽ ഞങ്ങൾ എന്ത് ചെയ്താലും അതെല്ലാം സ്നേഹത്തിലായിരിക്കണമെന്ന് പൗലോസ് കൊരിന്ത് സഭയോട് പറയുന്ന ദൂത് ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. അപ്പാ, ഞങ്ങളുടെ സംസാരങ്ങളിൽ, പ്രവർത്തനങ്ങളിൽ, ജീവിതങ്ങളിൽ, അന്യോന്യമുള്ള ബന്ധങ്ങളിൽ, ആത്മീയ ശുശ്രൂഷകളിൽ, അങ്ങയോടുള്ള ബന്ധങ്ങളിലെല്ലാം സ്നേഹം പരിപൂർണമായി തീരുവാൻ ഇടയാകണമേ. ഇന്ന് ദൈവവചനം കേൾക്കുന്ന എല്ലാ നിന്റെ മക്കൾക്കായും സ്തോത്രം. ഞങ്ങളെ തന്നെ സ്നേഹിക്കുന്നവരാകാതെ കർത്താവിനെയും മറ്റുള്ളവരെയും സ്നേഹിപ്പാൻ ഞങ്ങളെ അവിടുന്ന് പഠിപ്പിക്കണമേ. ആ സ്നേഹത്തിൽ ജീവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് ശീലിപ്പിക്കണമേ. ഇന്നത്തെ ദിനം അനുഗ്രഹത്തിന്റെയും നന്മയുടെയും സന്തോഷത്തിന്റെയും ദിനമായി ദൈവകൃപയോടെ ആയിരിക്കാൻ ഇടയാക്കണമെന്ന് യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, ഇന്ന് നാം ദൈവവചനത്തിൽ നിന്ന് കേട്ടതുപോലെ നമ്മെ ആരും സ്നേഹിക്കുന്നില്ല എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. നാം സ്നേഹിക്കുന്നുണ്ടോ? തീർച്ചയായും നാം സ്നേഹിക്കാൻ ബാധ്യസ്ഥരാണ്. കാരണം നാം അങ്ങോട്ട് സ്നേഹിച്ചിട്ടല്ല പിതാവാം ദൈവം തന്റെ പുത്രനെ എന്റെ പാപപരിഹാരത്തിനായി കാൽവറി കൊലക്കളത്തിൽ യാഗമാക്കിയത്. ആ സത്യം തിരിച്ചറിഞ്ഞ ഒരു വ്യക്തി സ്നേഹത്തിന് വിലയിടാതെ, ബാർഗെയിൻ ചെയ്യാതെ, അതിന് മറ്റൊരു വിധത്തിലുള്ള യാതൊരു പ്രതിവിധിയും പറയാതെ സ്നേഹിപ്പാൻ ബാധ്യസ്ഥയാണ്. അങ്ങനെ വചനം പറയുന്ന നിലയിൽ അന്യോന്യം സ്നേഹിപ്പാൻ, ദൈവകൃപയിൽ മുതിരുവാൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിനം നമ്മെ ഏവരെയും ഇടയാക്കട്ടെ. അതിന് വാഗ്ദത്ത വചനം നമ്മെ ഒരുക്കുകയും ചെയ്യട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.